ഞാൻ മോഹൻജി. നിങ്ങൾക്ക് സുഖമാണെന്നും കഴിഞ്ഞ കുറച്ച് പോഡ്കാസ്റ്റുകളിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷയം മനോഭാവം, മൈൻഡ് സെറ്റ് എന്നതാണ്. മനസ്സിൻ്റെ ഘടനയെ പല തട്ടുകളായി തിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ലളിതമായ വിഷയമല്ല. എങ്കിലും ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകളെയും അവ്യക്തതകളെയും നീക്കം ചെയ്യാനും വ്യക്തത കൊണ്ടുവരാനും അത് സഹായിക്കുന്നു. എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം ജീവിതം വൃത്തിയുള്ളതും മെച്ചപ്പെട്ടതുമായിരിക്കും. മറിച്ചാണെങ്കിൽ ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തെ കീഴടക്കും. രണ്ട് പ്രധാന മനോഭാവങ്ങൾ ഈ ലോകത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മനോഭാവങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് അവയെ രണ്ടായി തിരിക്കാം. ഒന്ന്, മാറ്റമില്ലാത്ത മനോഭാവം, ഫിക്സഡ് മൈൻഡ് സെറ്റ്. രണ്ട്, വഴക്കമുള്ള അല്ലെങ്കിൽ വളർച്ചാ മനോഭാവം, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മാറ്റമില്ലാത്ത മനോഭാവമുള്ളവർ സാധാരണയായി വെല്ലുവിളികളെ ഒഴിവാക്കുന്നു. അവർക്ക് വെല്ലുവിളികൾ ഇഷ്ടമല്ല. അവർ മാറ്റങ്ങളെ വെറുക്കുന്നു. കൃത്യമായി നിശ്ചയിച്ച ദിനചര്യകളാണ് അവർക്ക് പ്രിയം. ഭക്ഷണക്രമത്തിലോ മറ്റോ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ പോലും അവർ അസന്തുഷ്ടരും അസ്വസ്ഥരും ആകുന്നു. അവരുടെ ജീവിതശൈലി മാറുമ്പോൾ അത് അവർക്ക് സഹിക്കാനാവില്ല. അത്രത്തോളം അവർ ശീലങ്ങളിൽ തളച്ചിടപ്പെട്ടവരാണ്. സാഹചര്യങ്ങൾ മാറ്റാൻ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. കൂടാതെ ഇവർ വിമർശനങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൂടെ, പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് അവർക്ക് ഉറപ്പുണ്ട്. തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന സൗഹൃദങ്ങളെയോ ബന്ധങ്ങളെയോ അവർ അനുകൂലമായി കാണില്ല. സ്വന്തം സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഭയപ്പെടുന്നു. അവർ എപ്പോഴും തടസ്സങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പരിശ്രമിക്കുന്നത് നിരർത്ഥകമാണെന്നും ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകുമെന്നും ഇവർ കരുതുന്നു. ഇനി നമുക്ക് വഴക്കമുള്ള മനോഭാവക്കാരെ ശ്രദ്ധിക്കാം. അവർ വെല്ലുവിളികളെ സ്വാഗതം ചെയ്യുന്നവരാണ്. അവർ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നു. എന്തും സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ഇവർക്ക് അസാധ്യമായി ഒന്നുമില്ല. മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം തങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും വിലമതിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നു. എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം, നിലവാരം എങ്ങനെ ഉയർത്താം എന്ന് അവർ നിരന്തരം ചിന്തിക്കുന്നു. അവർ വെറുമൊരു സംരക്ഷകരല്ല, മറിച്ച് പുതിയവ പടുത്തുയർത്തുന്നവരാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അവർ ആകുലപ്പെടില്ല. പുതിയ ഇടങ്ങൾ തേടാൻ അവർ ഇഷ്ടപ്പെടുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനിടയിലുള്ള തടസ്സങ്ങളോ വീഴ്ചകളോ അവരെ തളർത്തില്ല. മറിച്ച് ഓരോ പരാജയത്തെയും അവർ ഒരു പാഠമായി കാണുന്നു. സ്വയം വിലയിരുത്തലും അലസതയെ അതിജീവിക്കലും. നമ്മൾ ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഇത് പരിശോധിക്കാൻ ചില വഴികളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ അലസരാണോ? ഇത് അളക്കാനുള്ള ഒരു വഴി നിങ്ങൾ ഉണരുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഉറക്കമുണർന്നയുടനെ ദൈവമേ വീണ്ടും പ്രഭാതമായല്ലോ എന്ന് ചിന്തിച്ച് കിടക്കയിൽ തന്നെ തുടരുന്നത് അലസതയുടെ ലക്ഷണമാണ്. അവിടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തതയില്ലായ്മ പ്രകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏർലി ബേർഡ്സ് ക്ലബ് ആരംഭിച്ചത്. ഉണരുമ്പോൾ തന്നെ കൃത്യമായ ലക്ഷ്യത്തോടും വ്യക്തതയോടും കൂടി പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇത് സഹായിക്കുന്നു. അങ്ങനെ തമോ ഗുണമായ അലസതയെ സാവധാനം ഇല്ലാതാക്കാൻ സാധിക്കുന്നു. പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റപ്പെടുന്നു. ദയവായി തമസിനെ കുറച്ചു കാണരുത്. തമസ് എന്നത് വളരെ അപകടകരമായ ഒന്നാണ്. അത് ക്യാൻസർ പോലെയാണ്. നമ്മൾ പൂർണ്ണമായും തളർന്നു പോകുന്നത് വരെ അത് ഉള്ളിലുള്ള വിവരം പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഏർലി ബേർഡ്സ് ക്ലബിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതും അത് പരീക്ഷിച്ചു നോക്കാൻ ആളുകളോട് പറയുന്നതും. കാരണം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനോഭാവത്തെ മടിയിൽ നിന്നോ അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഒരു രീതിയിൽ നിന്നോ അയവുള്ള ഒന്നാക്കി മാറ്റാൻ സാധിക്കും. ഒപ്പം ജീവിതത്തിൽ വലിയ വിജയം നേടാനും കഴിയും. വിജയശീലം ഉള്ളവരെയും പോസിറ്റീവായ വ്യക്തികളെയും സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പോസിറ്റിവിറ്റിക്കായി നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ജീവിതശൈലി ആവശ്യമാണ്. നമ്മൾ മടിയന്മാരാണോ? രണ്ടാമതായി നമ്മൾ എപ്പോഴും അസ്വസ്ഥരും ശ്രദ്ധ തിരിഞ്ഞവരും ആണോ? അതിനർത്ഥം നമുക്ക് സ്ഥിരതയുള്ള ഒരു മനസ്സില്ല എന്നതാണ്.
നമ്മുടെ മാനസിക സ്ഥിരതയെ അത് ബാധിച്ചിരിക്കുന്നു. നമ്മൾ എപ്പോഴും അസ്വസ്ഥരും ശ്രദ്ധ തിരിഞ്ഞവരും ആണെങ്കിൽ മനസ്സ് ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന കുരങ്ങനെ പോലെയാകും. നമ്മൾ പല കാര്യങ്ങളിലും നിരാശരാണ്. പല രീതിയിൽ നമ്മുടെ ശ്രദ്ധ തിരിയുന്നു. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തു ചെയ്യാൻ കഴിയും? സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും സഹായിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അത് നിങ്ങളുടെ പ്രകൃതത്തോടും സ്വഭാവത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കണം. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും പ്രവണതകൾക്കും അനുസരിച്ചുള്ള കാര്യമാണ് നിങ്ങൾക്ക് അനുയോജ്യം. അത്തരമൊരു കാര്യം വളർത്തിയെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് മെച്ചപ്പെടാൻ സാധിക്കും. എന്നാൽ അത് പോസിറ്റീവായ ഒന്നായിരിക്കണം. നിങ്ങളുടെ ഊർജ്ജമോ പണമോ അമിതമായി നഷ്ടപ്പെടുത്തുന്ന നെഗറ്റീവായ ഒന്നാകരുത്. സഹജമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കും. അതാണ് ശരിയായ വഴി. സാധാരണയായി നമ്മൾ അപ്രധാനമായ കാര്യങ്ങളിൽ മുഴുകാറുണ്ട്. ഉദാഹരണത്തിന്, ചിലർ വാട്സപ്പിലോ ഫേസ്ബുക്കിനോ അടിമകളായി ദിവസം മുഴുവൻ പാഴാക്കുന്നു. ചിലർ കമ്പ്യൂട്ടർ ഗെയിമുകൾക്കും മറ്റു ലഹരികൾക്കും അടിമകളാണ്. നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയത്തെ നമ്മൾ എത്രത്തോളം നന്നായി ഉപയോഗിക്കുന്നുണ്ട്? അപ്രധാനമായ കാര്യങ്ങളിൽ മുഴുകുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. എങ്കിൽ നമ്മൾ അത് തിരുത്തണം. കാരണം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തന്നെ പൂർണ്ണമായും സ്വതന്ത്രനാക്കുക എന്നതാണെന്ന് കരുതുക. അതായത് ജീവിതവുമായി നിങ്ങൾക്ക് യാതൊരു സംഘർഷവുമില്ലാത്ത സുസ്ഥിരമായ ജീവിതത്തെ ആദരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ആളുകളെ വേർതിരിച്ചു കാണുന്നില്ല, വിമർശിക്കുന്നില്ല, അവരെ തള്ളിപ്പറയുന്നില്ല. നിങ്ങൾ എല്ലാവരെയും അംഗീകരിക്കുന്നു, അവരോടൊപ്പം സഞ്ചരിക്കുന്നു. നിങ്ങൾ ഒരു മോചനത്തിൻ്റെ പാതയിലാണ്. മോചനത്തിൻ്റെ പാത എന്നാൽ മോചനത്തിനായുള്ള ഒരു ജീവിത ശൈലി എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളിൽ ഉഴറി നടക്കരുത്. അവ നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വിനോദം നല്ലതാണ്. ഇടയ്ക്കൊരു സിനിമ കാണുന്നതോ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതോ തെറ്റല്ല. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്രധാനമായ കാര്യങ്ങൾക്കായി നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ ഊർജ്ജപ്രവാഹം ശരിയായ രീതിയിലാണോ എന്നത് പരിശോധിക്കണം. അത് എങ്ങനെ ശരിയാക്കാം? ഒന്നാമതായി, പോസിറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടുക. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഊർജ്ജപ്രവാഹം നന്നായിരിക്കും. രണ്ടാമതായി, നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഊർജ്ജപ്രവാഹം മെച്ചപ്പെടും. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ചേർന്ന് നിൽക്കുന്നതാകണം. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലഹരികളോ അല്ലെങ്കിൽ ഊർജം പാഴാക്കുന്നതോ ആയ കാര്യങ്ങളാകരുത്. പലരും ലഹരികൾക്കായി സമയം ചെലവഴിക്കുന്നു. അവിടെ ഊർജ്ജപ്രവാഹം ഉണ്ടായേക്കാം, പക്ഷേ അത് പോസിറ്റീവല്ല. അടുത്ത പോയിന്റ് നിങ്ങളുടെ ചിന്താ പ്രക്രിയയാണ്. നിങ്ങൾക്ക് അതിൽ നിയന്ത്രണമില്ല. ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? അവ നിങ്ങളുടെ സ്വാഭാവികമായ പ്രവണതകളിൽ നിന്നാണ് വരുന്നത്. അതിനാൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നമ്മുടെ ചിന്തകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ശരിയായ പാതയിലാണ്. നമ്മുടെ ലക്ഷ്യം മോചനമാണെങ്കിൽ ചിന്തകളെല്ലാം അങ്ങോട്ടാണ് പ്രവഹിക്കേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ശരിയാണെങ്കിൽ നിങ്ങളുടെ യാത്രയും ഊർജ്ജപ്രവാഹവും ചിന്തകളും ആ വഴിക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരിയായ പാതയിലാണ്. ഇത്രമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിന്തിക്കാനായി ഞാൻ ഇതൊന്ന് ചുരുക്കി പറയാം. ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. ഒന്നാമതായി, നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് വിശകലനം ചെയ്യുക. നിങ്ങൾക്ക് മാറ്റമില്ലാത്ത മനോഭാവമാണോ അതോ അയവുള്ള മനോഭാവമാണോ ഉള്ളത്? രണ്ടാമതായി, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിനുള്ള വഴികൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായി, ഈ ധാരണ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ സഹായിക്കും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത തവണ സംസാരിക്കാം. ഈ ചിന്തകൾ നിങ്ങളിൽ വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് നമ്മളെ തന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കട്ടെ. സന്തോഷമായിരിക്കുക, തിളക്കത്തോടെ ഇരിക്കുക. ലോകത്തിന് വെളിച്ചം ആവശ്യമാണ്. ഒരുപാട് സ്നേഹം. ഇത് മോഹൻജി.